എല്ലാവർക്കും വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള വസ്തു ഏതാണ്? ജലം. 4200 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ചോദ്യം, ഐസിൻ്റെ ദ്രവണാങ്കം എത്രയാണ്? ഐസിൻ്റെ ദ്രവണാങ്കം 0 ഡിഗ്രി സെൽഷ്യസ്, ചിലപ്പോൾ ഓപ്ഷൻ കെൽവിനിൽ തരും, 273 കെൽവിൻ. 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273 കെൽവിൻ. അടുത്ത, പദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് ഖരം വാതകമാകുന്നത് കർപ്പൂരമൊക്കെ ആവുന്നത് ഏത് പ്രതിഭാസമാണ്? ഏതാണ്? സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം. ഖരം നേരിട്ട് വാതകമാകുന്നത് ഉത്പതനം. അടുത്ത, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ചൂട് വ്യാപിക്കുന്ന രീതി ഏതാണ്? വികിരണം. 3 ടൈപ്പ് താപ പ്രസരണങ്ങളുണ്ട്. ഒന്നാമത്തത് ഏതാണ്? ചാലനം. രണ്ടാമത്തത് സംവഹനം. മൂന്നാമത്തത് വികിരണം. വികിരണത്തെക്കുറിച്ച് വേറൊരു ചോദ്യം വരും. മാധ്യമം ആവശ്യമില്ലാത്ത പ്രസരണ രീതി ഏതാണ്? വികിരണം, റേഡിയേഷൻ. അടുത്ത, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കണം. LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തു ഈഥൈൽ മെർക്യാപിറ്റൈൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തു ഈഥൈൽ മെർക്യാപിറ്റൈൻ. അടുത്തത്, അഗ്നിയിൽ നിന്നും ഇന്ധനത്തെ നീക്കം ചെയ്ത് തീ കെടുത്തുന്ന രീതിക്ക് പറയുന്ന പേര്? സ്റ്റാർവേഷൻ. അഗ്നിയിൽ നിന്നും ഇന്ധനത്തെ നീക്കം ചെയ്ത് തീ കെടുത്തുന്ന രീതി സ്റ്റാർവേഷൻ. അടുത്തത്, മണൽ ഉപയോഗിച്ച് തീ കെടുത്തുന്ന രീതി എന്താണ്? ബ്ലാങ്കറ്റിംഗ്. എന്തായിരുന്നു? ബ്ലാങ്കറ്റിംഗ്. അടുത്തത്, എന്താണ് പാസ്? അപ്പം അതിലെ പാസിൻ്റെ ഫുൾ ഫോം ചോദിക്കാം. അഗ്നിശമന ഉപകരണം എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളതാണ് പാസ്. P ഫോർ പുൾ, A ഫോർ എയിം, S ഫോർ സ്ക്യൂസ്, S ഫോർ സ്വീപ്പ്. ഇപ്പോൾ പുള്ള്, എയിം, സ്ക്യൂസ്, സ്വീപ്പ്, ഇതാണ് പാസ്. ഒരു അഗ്നിശമന ഉപകരണം എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളതാണ് പാസ്. അടുത്തത്, LPG ലീക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1906. 1906. LPG ലീക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1906. അടുത്ത, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? എത്രയാണ്? 21%. കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ, സ്വയം കത്തുന്നത് ഹൈഡ്രജൻ, ജ്വലനത്തെ നിയന്ത്രിക്കുന്നത് നൈട്രജൻ. ഇനി ജ്വലനത്തെ കെടുത്തുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജ്വലനത്തെ നിയന്ത്രിക്കുന്നത് നൈട്രജൻ ട്ടോ. അടുത്ത, നാഷണൽ ഫയർ സർവീസ് കോളേജിൻ്റെ ആസ്ഥാനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ ഫയർ സർവീസ് കോളേജിൻ്റെ ആസ്ഥാനം നാഗ്പൂർ. അടുത്ത, ജ്വലന ത്രികോണ പ്രകാരം ജ്വലനം നടക്കാൻ വേണ്ട 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? താപം, ഓക്സിജൻ, ഇന്ധനം. 3 കാര്യങ്ങൾ വേണം. താപം, ഓക്സിജൻ, ഇന്ധനം. അടുത്തത്, പ്രഥമ ശുശ്രൂഷയുടെ നിയമങ്ങൾ ഏതെല്ലാം? എന്താണ്? ചെക്ക്, കോൾ, കെയർ. ഏതൊക്കെയാണ്? ചെക്ക്, കോൾ, കെയർ. ഫസ്റ്റ് എയ്ഡിൻ്റെ നിയമങ്ങളാണ് ചെക്ക്, കോൾ, കെയർ. അടുത്ത,
റെഡ് ക്രോസ് ദിനം എന്നാണ് റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് മെയ് 8. അടുത്ത ഒരു NCERT ചോദ്യമാണ്. ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ ശ്വാസോച്ഛ്വാസം ചെയ്യും? എത്ര തവണയാണ്? 12 മുതൽ 16 തവണ. 12 മുതൽ 16 തവണ. അടുത്തത് ABC നിയമത്തിൽ എന്താണ് ABC? A. എയർവേ, B. ബ്രീത്തിങ്, C. സർക്കുലേഷൻ ഓർ കംപ്രഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ ഓർ കംപ്രഷൻ. ABC. അടുത്ത് എന്താണ് ചോക്കിംഗ്? മൊത്തമായോ ഭാഗികമായോ ശ്വസനനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സമാണ് ചോക്കിംഗ്. ശ്വസനനാളത്തിൽ ഇപ്പോൾ വല്ല ആഹാരവും കുടുങ്ങി നിൽക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? ചോക്കിംഗ്. അടുത്ത് പൊള്ളലിലെ പ്രാഥമിക ശുശ്രൂഷ എന്താണ്? നിലത്ത് ഉരുളുക. അടുത്തത് അണലി വിഷം ശരീരത്തിൽ എന്തിനെ ബാധിക്കുന്നു? അണലി വിഷം ശരീരത്തിൽ എന്തിനെ ബാധിക്കുന്നു? രക്തക്കുഴലുകളെ. അടുത്തത് IT ആക്ട് 2000 പാസ്സാക്കിയ ദിവസം ചോദിച്ചാൽ ജൂൺ 9. നിലവിൽ വന്നത് ഒക്ടോബർ 17. അടുത്തത് 66C IT ആക്ടിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? IT ആക്ടിൽ 66C എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പണിഷ്മെൻറ്റ് ഫോർ ഐഡൻറ്റിറ്റി തെഫ്റ്റിനുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു 66C. അടുത്തത് സൈബർ തീവ്രവാദവുമായി ബന്ധപ്പെട്ട സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക. 66F. ഇതിൽ പിന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് 66Fൻ്റെ പരമാവധി ശിക്ഷ എന്താണ്? ജീവപര്യന്തം. 66F എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൈബർ ടെററിസം. അടുത്ത ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അയാളുടെ ചിത്രമെടുക്കുകയും അത് ഇൻ്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്താൽ കിട്ടുന്ന പരമാവധി ശിക്ഷ 3 വർഷം വരെ തടവും അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും. 3 വർഷം വരെ തടവും അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും 66E ഈ സെക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്ന കാരണത്താൽ സുപ്രീം കോടതി റദ്ദ് ചെയ്ത സെക്ഷൻ ഏതാണെന്ന് ചോദിക്കും. IT ആക്ടിലെ ഏതാണ്? 66A. എന്നാണത് നീക്കം ചെയ്തത്? 2015 മാർച്ച് 24. വളരെ പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.